നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു എങ്ങനെയാണ് കമ്പനി ഇൻഫർമേഷൻസ് എല്ലാം ആഡ് ചെയ്യുന്നതെന്ന് കണ്ടു. ഇപ്പോൾ വീഡിയോ നമ്പർ 2 നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ്വെയറിനകത്തേക്ക് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഉടനെ പ്രൊഡക്റ്റ് ആഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണല്ലോ, നമ്മൾ F7 എന്നുള്ള ബട്ടൺ കുത്തിയാൽ തന്നെ പ്രൊഡക്റ്റ് എന്ന പേജ് ക്രിയേറ്റ് ആയി വരും. ഈ പ്രൊഡക്റ്റ് എന്ന പേജിൽ ക്രിയേറ്റ് ആയി വരുമ്പോൾ തന്നെ ഞാനിത് പ്രൊഡക്റ്റ് എൻ്റർ ചെയ്ത് കാണിക്കുന്നതിന് മുമ്പ് കുറച്ച് ഇൻഫർമേഷൻസ് ഇതിനകത്ത് കാണിച്ചു തരാം. ഇവിടെ എക്സ്ട്രാ ഇൻഫർമേഷൻസ് ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം ഡീറ്റെയിൽസ് കൂടി ഇവിടെ ഓപ്പൺ ആയി. ഇവിടെ നമുക്ക് താഴത്തായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട് വേണ്ടേ. അതായത് ഇത് മൈക്കാണ്. അതായത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അതുപോലെ എഴുതും. അതായത് നമുക്കിപ്പോൾ മലയാളത്തിലൊക്കെ ബില്ലടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മലയാളത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാനൊക്കെ കീബോർഡിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ മൈക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എഴുതി വരും ആ സിറ്റീസ്. പിന്നെ അത് കൂടാതെ നമുക്ക് ഇവിടെ ടാക്സിൻ്റെ 2-3 സെറ്റിങ്സുകളുണ്ട്. ഇപ്പോൾ ഇൻക്ലൂസീവ് ഉണ്ട്, എക്സ്ക്ലൂസീവ് ഉണ്ട്, പിന്നെ നോ ടാക്സ് എന്ന് പറഞ്ഞുണ്ട്. അങ്ങനെ 3 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പർച്ചേസിലും സെയിൽസിലും. പിന്നെ നമുക്കിവിടെ പല ടൈപ്പിലെ ടാക്സുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ GST എത്രയാ, 12% 5% ഇവിടെ നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 12%, 18% നമുക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്യാം പലതും. അപ്പോൾ ഇവിടെ നമുക്ക് ഡ്രോപ്പ് ഡൗണിൽ ഓട്ടോമാറ്റിക് ഉള്ളത് വരും കേട്ടോ, 18. പിന്നെ നമുക്ക് യൂണിറ്റ് കൺവേർഷൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട്. നമ്മൾ ബോക്സിൽ വാങ്ങിച്ചിട്ട് ഒരു ബോക്സിൽ ഫോർ എക്സാമ്പിൾ 12 പീസ് ഉണ്ട്, അത് പീസസ് ആയിട്ട് വിൽക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള സംഗതികളെല്ലാം ചെയ്യാനുള്ള യൂണിറ്റ് കൺവേർഷൻ സിസ്റ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ കളറ്, സൈസ്, എക്സ്പയറി ഡേറ്റ് മുതലായ സംഗതികൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഈ സോഫ്റ്റ്വെയറിനകത്ത് ഇവിടെ തന്നെ. കളറ്, സൈസ്, എക്സ്പയറി ഡേറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു പുതിയൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു പ്രോഡക്റ്റ് ആണ് എക്സാമ്പിൾ മൗസ്, ആപ്പിൾ മൗസ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തു. അത് കാറ്റഗറി നമുക്ക് വേണമെങ്കിൽ പുതിയത് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിക്സ്. നമുക്ക് സെയിം കാറ്റഗറി തന്നെ ആഡ് ചെയ്യാം, ജനറൽ ആയിട്ട് വേണമെങ്കിൽ. പക്ഷേ നമുക്കൊരു സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാം. അതായിരിക്കും ഒന്നുകൂടി നല്ലത്. നോക്കട്ടെ, ഈ LECTRONICS ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ കാറ്റഗറി, സബ് കാറ്റഗറി ഞാൻ ആ പേര് തന്നെ ഇട്ടു, ക്രിയേറ്റ് ചെയ്തു. വേണ്ട, അപ്പം നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പർട്ടിക്കുലർ കാറ്റഗറിയിൽ എത്ര രൂപയുടെ സെയിൽ ഇടാമെന്ന് നമുക്ക് റിപ്പോർട്ട് കിട്ടും. നമ്മളിപ്പോൾ ജനറലായിട്ട് ഒറ്റ കാറ്റഗറി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു റിപ്പോർട്ട് കിട്ടത്തില്ല. ഇതൊരു പർച്ചേസ് പ്രൈസ് നമ്മൾക്കൊരു 500 രൂപ ഇട്ടു, നമ്മളിത് പീസസിലിട്ടു. ഫോർ എക്സാമ്പിൾ ഇവിടെ ക്വാണ്ടിറ്റി ഒരു 10 പീസ് ഇവിടെ തന്നെ ഇടണമെങ്കിൽ ഇവിടെ തന്നെ ഇടാം. കണ്ടില്ലേ, 10 പീസ് ക്വാണ്ടിറ്റി ഇവിടെ തന്നെ ഞാൻ ഇട്ടു. പിന്നെ ഇൻക്ലൂസീവ് വേണോ എക്സ്ക്ലൂസീവ് വേണോ എന്നുള്ളത് നമുക്ക് ഇവിടെ തീരുമാനിക്കാം. 18% GST കിട്ടും. ഇതിൻ്റെ MRP നമ്മൾ വിൽക്കാൻ പോകുന്ന 1200 രൂപയാണ് MRP. റീറ്റെയിൽ പ്രൈസ് നമുക്കൊരു 1100 രൂപ കൊടുക്കാം. ഹോൾസെയിൽ പ്രൈസ് നമുക്കൊരു 1050 രൂപ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇട്ടു. ഇതിന് എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇടാം. അല്ലെങ്കിൽ കളറോ സൈസോ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ബ്ലാക്ക്. ഇതിന് സൈസ് ഇടണമെന്നില്ല, കാരണം ആപ്പിളിൻ്റെ മൗസ് അല്ലേ. ഇത് കളർ സൈസ് എന്നൊക്കെ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗാർമെൻറ്റ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണിത്. എക്സ്പയറി ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രോസറി മുതലായ സാധനങ്ങൾക്കാണ് എക്സ്പയറി ഡേറ്റ് കൂടുതലായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് സേവ് ചെയ്യാം. ഇപ്പോൾ ഓട്ടോമാറ്റിക് ജനറേറ്റഡ് ബാർകോഡാണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. സപ്പോസ് ഈ പ്രൊഡക്റ്റിൽ ബാർകോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാർകോഡ് അങ്ങ് മായ്ച്ചു കളഞ്ഞിട്ട് ബാക്ക് സ്പേസ് അടിച്ച് മായ്ച്ചു കളഞ്ഞിട്ട് ആ കമ്പനി ബാർകോഡ് നമുക്ക് എൻ്റർ ചെയ്തിട്ട് ഇവിടെ സേവ് ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ, സക്സസ്ഫുള്ളി സേവ്ഡ്. അപ്പോൾ ഈ ഒരു 1514 ആയിരുന്നു കേട്ടോ ഈ ബാർകോഡ്. 1514 ആയിരുന്നു ഈ ബാർകോഡ്. നമുക്ക് ഗെറ്റ് എടുത്ത് അല്ലെങ്കിൽ സെയിൽ പാനലിൽ ചെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ സെയിൽ പാനൽ ഇവിടെ നിന്ന് എടുത്താൽ കേട്ടോ. നമുക്ക് ഇതിൻ്റെ സെയിൽ പാനൽ എങ്ങനെയാണ് പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നതെന്നുള്ളതാണ്. നമ്മൾ POS പോർഷൻ ഇവിടെ ബ്ലോക്ക് ചെയ്തു. അതായത് B2C എന്ന് പറഞ്ഞ ഓപ്ഷനാണ് POS, കൗണ്ടർ സെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ആ ബാർകോഡ് ഇവിടെ സ്കാൻ ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ 1514 ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രൊഡക്റ്റ് ഇവിടെ മുകളിൽ വരും കേട്ടോ. നമ്മളിവിടെ ആഡ് ചെയ്ത ബാർകോഡും കാര്യങ്ങളും പ്രൈസും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നു. ഇനി നമുക്ക് ഇവിടെ സെയിൽ ചെയ്യാനായിട്ട് നമുക്കുണ്ട് ഇവിടെ 2 ബട്ടൺസ് ഉണ്ട്. ഇവിടെ നമുക്ക് ക്യാഷ് ആണോ, കാർഡാണോ, ചെക്കാണോ എന്നുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ക്രെഡിറ്റ് ആണോ, അതായത് കടം കൊടുക്കുകയാണോ എന്നുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ ഉണ്ട്. നമ്മളിവിടെ ക്യാഷ് ഇട്ടു, ക്യാഷാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ക്യാഷ് ഇട്ടു, സേവ് ആൻഡ് പ്രിൻ്റ് കൊടുത്തു, സേവ് ആൻഡ് പ്രിൻ്റ്. അപ്പോൾ നമുക്കൊരു പ്രിവ്യൂ നമുക്ക് ബിൽ പ്രിവ്യൂ വന്നിട്ടുണ്ട്. ഇപ്പോൾ ബിൽ പ്രിവ്യൂ എനേബിൾ ഡിസേബിൾ ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. ഞാനത് സൂം ചെയ്യാം.
വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻവോയ്സ് ആണ്. നമുക്ക് ടാക്സും കാര്യങ്ങളെല്ലാം ഇവിടെ കാൽക്കുലേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇൻക്ലൂസീവ് GST നമുക്ക് വന്നിരിക്കുന്ന ടാക്സ്. അപ്പോൾ ആപ്പിൾ മൗസ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത പ്രൊഡക്റ്റാണ്. വളരെ ഈസി ആയിട്ട് നമ്മുടെ MRP 1200 ഇട്ടു, സെയിൽ റേറ്റ് 1200 ഇട്ടു. അപ്പോൾ 100 രൂപ നമുക്ക് സേവ് കിട്ടി, കസ്റ്റമേഴ്സിന് 100 രൂപ സേവ് കിട്ടി. ഇപ്പോൾ ഈ ഒരു മോളിലൊക്കെ വരുന്നത് നമ്മുടെ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരായിരിക്കും ഇവിടെ വരുന്നത്. കമ്പനിയുടെ ഇൻഫർമേഷൻ എന്താണ് ഇടുന്നത് അതാണ് ഇവിടെ ഡിസ്പ്ലേ ആകുന്നത്. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത്. അപ്പോൾ ഇനി ഫർദർ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.